ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ചോക്കുവിൻ്റെ മോർണിംഗിലുള്ള പുല്ലുമേൽ വീഡിയോ ആണ്. ബാ പുറത്തേക്ക് ഇറങ്ങി ആദ്യം പുല്ലൊക്കെ ഒന്നിങ്ങനെ മണത്ത്. ചോക്കുവിൻ്റെ വീടിൻ്റെ താഴത്തുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ചോക്കു മോർണിംഗ് വാക്കൊക്കെ നടത്തേണ്ടത്. ബാടാ നടക്കണില്ലേ? കണ്ട പശു വന്നു തോന്നുന്നു. പശു പുല്ല് മേയുന്ന പോലെയാണ് മണം പിടിച്ച് നടക്കുന്നത്. പലതരം പുല്ലുകളിലുള്ള മേയൽ. അതിൻ്റെ മുകളിലാണ് ചോക്കു ജീവിക്കുന്നത്, താമസിക്കുന്നത്. അതിൻ്റെ 18ാമത്തെ നിലയിൽ. അപ്പം താഴത്ത് വന്ന സന്തോഷത്തിൽ പല തരത്തിലുള്ള പുല്ലുമേയലാണ് പരിപാടി. ചേച്ചി, പുല്ല് മേഞ്ഞ് കഴിഞ്ഞില്ലേ? വരൂ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാ. ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് നടന്നു പോയി. വരൂ ചേച്ചി. മുന്നോട്ട് നടക്കൂ. ആരാണ്ട് വന്നുണ്ട് അവിടെ. അവിടുന്ന് ഒരു ഫ്രണ്ട് നിൽപ്പുണ്ട് അവിടെ നോക്കി നിൽപ്പുണ്ട് ഒരു ഫ്രണ്ട്. നടക്കു ചോക്കു, നടക്ക് പെണ്ണേ. ഒരു ഫ്രണ്ട് ഓടിപ്പോയില്ലേ? മൈൻഡ് ചെയ്യാതാ പോയി. കയറിയിരിക്കണം അവിടെ, സീറ്റിലൊക്കെ ഇരിക്കണം. ആരോ അവിടെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ചോക്കുൻ്റെ വിഹാര കേന്ദ്രം. എൻ്റെ കുട്ടിയെ നടക്കൂ, ഇത്തിരി സ്പീഡ് കൂടൂ. നടക്കാനിറക്കിയതാണോ അതോ? അമ്മച്ചി വാ അമ്മച്ചി. ഇവിടെ മേയാൻ പുല്ലൊന്നുമില്ല. വരൂ കുട്ടി, വരൂ 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 വരൂ. ഫ്രണ്ട്സൊക്കെ പോയി കേട്ടോ. നിന്നെപ്പോലെ മടിച്ചല്ല അവരൊക്കെ രാവിലെ വന്ന് നടന്ന് അവരുടെ പരിപാടികളൊക്കെ നടത്തി അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്ത് അവരങ്ങ് പോയി. ചോക്കു മാത്രം ഇങ്ങനെ. ചോക്കുൻ്റെ മിമ്മി ചോട്ടിൻ്റെ പരിപാടികളൊക്കെ സാധിക്കാറല്ലേ? ചോക്കുൻ്റെ മിമ്മി എന്തായാലും ബാട ചെറുക്ക. ഇവിടെയല്ല ചോക്കും കറമ്പം പൂച്ചയെ കാണുന്ന. എപ്പോഴും ചോക്കിൻ്റെ കറമ്പം പൂച്ചയെ കാണുന്ന സ്ഥലമല്ലേ ഇവിടെ? ചോക്ക് ചെറുക്ക. ബാണ്ടേ ഒരു കിളി പറക്കുന്നു. ആരത്? ഇവിടെ പോയി കളിക്കണോ? ചോക്കിന് ഊഞ്ഞാലാടണോ? വോളിബോൾ കളിക്കണോ? എന്താ ചോക്കിന് ചെയ്യേണ്ടത്? ഇങ്ങോട്ട് കയറിയ പുല്ലേ കയറിയല്ലേ വല്ലതൊക്കെ നടക്കുള്ളൂ കുട്ടി. ഇങ്ങനെ ഇവിടെ കൂടെ നടന്നു. ആരോ കുരയ്ക്കുന്നുണ്ടല്ലോ. നോക്കണ്ടേ ഇങ്ങോട്ട്? മാഡം ഇങ്ങോട്ട് പുല്ലേ കയറിയാലേ വല്ലതും സാധിക്കൂ. മാഡം വന്നത് വെറുതെ കറക്കാനല്ലല്ലോ. ഇങ്ങോട്ട് വരൂ കുട്ടി. കാടുകളിൽ കയറി നമ്മളൊന്ന് പോയാലോ? കാടുകളിൽ കൂടെ ഒരു യാത്ര വേണ്ടേ പെണ്ണേ? ഇങ്ങോട്ട് വാ. കാട്ടിൽ കൂടെ പോകാം നമുക്ക്. കാട്ടിൽ കയറിയിട്ടെങ്കിലും കാര്യങ്ങൾ സാധിക്കുമോ എന്ന് നോക്കാം. ആരോ കുരച്ച് കൂട്ടുന്നുണ്ടല്ലോ ഫ്രണ്ട്സൊക്കെ. ഇത് കണ്ടോ? ഇതാണ് മാതള നാരങ്ങ. അതുണ്ടായിക്കൊണ്ടിരിക്കുക മാതളം. പിന്നെ ഇതെന്തിനാ പറയുന്നത്? നമ്മുടെ മാതള നാരങ്ങല്ലേ? ഇതാണ് അതിൻ്റെ പേരെനിക്കറിയില്ലല്ലോ. അത് പൊമഗ്രാനൈറ്റ് ആയിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ വലിയ നാരങ്ങ ഉണ്ടാകുന്ന എന്തോ എനിക്ക് പേരറിയില്ല. വലിയ നാരങ്ങ ഉണ്ടാകുന്ന അതിനാണ് നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ പൊമഗ്രാനൈറ്റ്. മാതള നാരങ്ങ എന്ന് തന്നെയല്ലേ അതിന് പറയുന്നത്. അതൊക്കെ ഉണ്ടാകുന്നത് വരുന്നുണ്ട് ഇവിടെ. അങ്ങോട്ട് പഠിപ്പണേ. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു ഫ്രൂട്ട് കാണണ്ടേ?
ഈ ഓടിക്കളഞ്ഞ ആൾ. അപ്പോൾ ചോക്കിന് എക്സർസൈസ് ചെയ്യും കേട്ടാ. ചോക്ക് എക്സർസൈസ്. അത് കണ്ടോ, അതൊരു ഫ്രൂട്ട്സ്, നല്ല എന്തോ ചെറിയ പോലത്തെ എന്തോ സാധനങ്ങൾ അതൊക്കെ കേട്ടോ. അത് താഴത്തൊക്കെ കിടപ്പുണ്ട് ഇവിടെ, ചെറിയ പോലത്തെ. ബാ ദേ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നാലോ. ഒരു പെണ്ണെ ഇവിടെ നിന്ന് വേണ്ട, ചോക്കപ്പ് എക്സർസൈസ് ചെയ്യാനുള്ള സമയത്തിലാണ്. അപ്പോൾ ചോക്കുവിനെ കെട്ടിയിട്ടിട്ട് കുറച്ച് നേരം നമുക്കിവിടെ ശരീരം ഒന്ന് അനക്കാം. ഇത് എല്ലാ അപ്പാർട്ട്മെൻറ്റുകളിലും പബ്ലിക് പ്ലേസസിലും ഇങ്ങനത്തെ കുറച്ച് മെഷീനറീസ് ഇവിടുത്തെ ചൈനയിലുണ്ട് കേട്ടോ. അവിടെ നമുക്ക് വേണ്ടവർക്ക് എക്സർസൈസ് ചെയ്യാം, വയസ്സായ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് കളിക്കാനും ഒക്കെയുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേർന്നുകൊണ്ട് ചോക്കു ആൻഡ് ഫാമിലി ബൈ ബൈ, സൈനിങ് ഓഫ്. ബൈ ബൈ.